ഇത് നമ്മൾ വേളാങ്കണ്ണിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണേണേ. അപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരു രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് തിരിക്കും. അപ്പോൾ പിന്നെ പള്ളിയിൽ പോയിട്ട് വന്ന് ധൃതി പിടിച്ചിന് പാക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും റൂമിലോട്ട് എത്തിയാൽ മതിയല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാർ പുതിയതാണ് കേട്ടോ. ഓൺലൈൻ വഴി എടുത്തതാണ്. കുറച്ചധികം നാളുകളായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ വേളാങ്കണ്ണിയിൽ പോകുമ്പോഴത്തേക്കും ഇടാലോ എന്ന് കരുതി മാറ്റി വെച്ചേക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 700 സംതിങ് രൂപ എങ്ങാണ്ടും ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പള്ളിയിൽ 2 അൽത്താരയുണ്ട്, താഴത്തും മുകളിലുമായിട്ട്. ആദ്യം ഞങ്ങൾ താഴെ വന്ന് പ്രാർത്ഥിച്ചു നേരെ മുകളിൽ ചെന്ന് മുകളിൽ അപ്പോൾ ഇംഗ്ലീഷ് കുർബാന നടക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊന്തയും പിന്നെ മാതാവിൻ്റെ രൂപവും എണ്ണയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. അതെല്ലാം വാങ്ങി പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ച്. കാരണം ഞായറാഴ്ച ഭയങ്കര തിരക്കാർന്ന്, ആളെ കൂട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തവും ചുറ്റിക്കറങ്ങി നടന്നിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ശരവണ ഭവനിൽ വന്നിട്ട് ചായയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ആലുവനും ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനാണ് കേട്ടോ പറഞ്ഞത്. ആമിക്കുട്ടിയും ചേട്ടനും നെയ്യ് റോസ്റ്റാണ്. ആമിനേലും വലിയക്കാട്ട് നെയ്യ് റോസ്റ്റാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചേക്കണത്. അങ്ങനെ ആദ്യം നെയ് റോസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് പുറകെ ഞങ്ങളുടെ ഐറ്റവും വന്ന്. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഫുഡിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ചായയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചപ്പോൾ വേളാങ്കണ്ണി വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള പത്രം.